ഹലോ ഗൈസ്, ഞാനങ്ങനെ പുതിയൊരു സീരീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ചാനലിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താ, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, വ്യൂസ് നല്ലോണം കുറഞ്ഞു വന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി എൻ്റെ വീഡിയോസ് കുറച്ച് ബോറാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഞാൻ ഈ അടുത്തൊന്നും തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചാനലിൽ ഇതിനു മുന്നേ ഇട്ട വീഡിയോസും ലൈവും സ്റ്റോർട്സും എല്ലാം ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസൊന്നും കാണില്ല. പിന്നെ ഞാനത് അതിൽ കുറച്ച് നല്ല നല്ല സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ പബ്ലിക്കാക്കും. അതിൽ മെയിനായിട്ട് EDMCൻ്റെ എല്ലാ സീസണിൻ്റെ വീഡിയോസും പബ്ലിക്കാക്കും എന്തായാലും. ഇപ്പോൾ നമ്മുടെ EDMCൻ്റെ സീസൺ എക്സെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ പബ്ലിക്കാക്കും. പിന്നെ എൻ്റെ സ്കൈ ബ്ലോക്കിൻ്റെ ആ ഒരു ചലഞ്ചുള്ള സ്കൈ ബ്ലോക്കില്ലേ, ആ ഒരു സീരീസും കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ആ ഒരു സീരീസും കൂടി നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ചാനലിൽ കാണാൻ കഴിയും. വേറെ ഏതെങ്കിലും ഞാൻ നല്ലതുണ്ടെങ്കിൽ അതും ഞാൻ പബ്ലിക്കാക്കും. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചത് രണ്ടും പബ്ലിക്കാക്കാമെന്നാണ്. അപ്പോൾ ബാക്കിയുള്ള ലൈവ് സ്ട്രീമും കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും പബ്ലിക്കാക്കുന്നില്ല, ഇതിൽ പ്രൈവറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനലിൻ്റെ കാര്യം. ഇനി കുറച്ചധികം വീഡിയോസിൽ ഞാൻ എടുക്കും. ഇപ്പോൾ EDMC സീസൺ എക്സ് ഇറങ്ങുമ്പോൾ അതിനകത്തുനിന്നെല്ലാം എൻ്റെ വീഡിയോസും ലൈവെല്ലാം ഉണ്ടാവും. പിന്നെ ഡെയിലി ലൈവും തുടങ്ങിയാലും ചെറിയ പ്ലാൻ ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായത്തിൽ താഴെ കമൻ്റ് ഇടുക, നമുക്ക് നോക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ സീരീസിൻ്റെ കാര്യം പറയാം. ഈ സീരീസ് എന്ന് വെച്ചാൽ ഞാൻ മുന്നേ കുറേ കളിച്ച് ഈ വേൾഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേഡ് നോക്കിയാൽ മനസ്സിലാവും 262 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്ന കുറച്ച് ലേറ്റായി. ഈ വീഡിയോസ് എല്ലാം ബാക്കി മുന്നേ എടുത്ത് വെച്ചിന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഡേയ്സ് 255 അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുക്കാൻ കുറച്ച് ലേറ്റായി, അത്രയേ ഉള്ളൂ. എന്തായാലും 250 ദിവസം കഴിഞ്ഞിനി. അപ്പോൾ അത്രയും ദിവസം ഞാൻ കളിച്ചിട്ടാണ് ഞാൻ ഇതിലിപ്പോൾ വീഡിയോസ് ഇടുന്നത്. ഞാൻ ഈ ഒരു വേൾഡ് തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്ലാനും ഉണ്ടായിട്ടില്ല വീഡിയോസ് ഇടണമെന്ന്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ചാനലിൽ വീഡിയോസ് എല്ലാം ഇടണമെന്ന്. അപ്പോൾ പുതിയൊരു വേൾഡ് തുടങ്ങാൻ എന്തായാലും എനിക്ക് ഇപ്പോൾ മൂടില്ല. ഈ ഒരു വേൾഡ് ഇത്രയും കളിച്ചിട്ട് പുതിയൊരു വേൾഡ് തുടങ്ങാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു വേൾഡിൽ എന്തെല്ലാം ഞാൻ ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ആദ്യം ഇറക്കുക, ഒരു റീക്യാപ്പ് പോലെ ഞാൻ ചെയ്തിട്ട് ആദ്യം ഒരു വീഡിയോ ഇറക്കുക. എന്നിട്ടുള്ളതിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഈ വേൾഡിൽ ഞാൻ എന്തെല്ലാം ചെയ്തു, പിന്നെ കുറച്ച് പ്ലാനും ഈ വേൾഡിൻ്റെ കുറച്ച് പ്ലാനുമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വേൾഡിൻ്റെ റീക്യാപ്പ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ആ സ്കൈ ബ്ലോക്കിൻ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇട്. ഇപ്പോൾ എത്ര ആൾ ഇത് കാണുമെന്ന് തന്നെ അറിയില്ല, കാരണം കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ യൂട്യൂബ് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് കമൻ്റ് ഇടുക, മാക്സിമം ഫുള്ള് കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു റീക്യാപ്പ് വേഗം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഏകദേശം ഇവിടെ ആയിരുന്നു ഈ ഒരു വേൾഡ് ഉണ്ടാക്കിയപ്പോൾ സ്പോണായത്. ഞാൻ റാൻഡമായിട്ട് ഉണ്ടാക്കിയൊരു വേൾഡാണ്. ആ സീഡൊന്നും അവിടെ നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല, റാൻഡം വേൾഡ് ആയിരുന്നു. ഏകദേശം ഞാൻ ഈ ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ വേൾഡ് ഉണ്ടാക്കി. നല്ല നല്ല സ്പോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയതായിരുന്നു. അങ്ങനെ 3-4 വേൾഡ് അങ്ങനെയാണ് ഇത്. ഞാൻ ഇവിടെ ഇരുന്ന് സ്പോണായിട്ടുണ്ടായേ. എന്നിട്ട് ഞാൻ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി ജസ്റ്റ്. എന്നിട്ട് ഞാൻ നേരെ പോയത് ഇതാ ഇങ്ങോട്ടൊക്കെ ആയിരുന്നു. ഇവിടെ ഞാനൊരു ഫാമിങ് ഏരിയ പോലെ സെറ്റാക്കി. ഇവിടെ ആ ഒരു ഫാമിങ് ഏരിയ ഇതെപ്പോൾ നിങ്ങൾ കാണുന്ന പോലത്തെ ഇങ്ങനെയായിരുന്നു ഞാൻ ഇത് ആ ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സ്പോണായ പാടെ ഒരു കേവ് പോലെയാണ് ഇവിടെ ഉണ്ടായത്. എന്നിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല, ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു മൈനിങ് ഏരിയ പോലെ ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് എക്സ്പ്ലോറിങ്ങിന് പോയി. അങ്ങനെ എക്സ്പ്ലോറിങ്ങിന് പോയി കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടി. മെയിനായിട്ട് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ വില്ലേജ് ഞാൻ കണ്ടുപിടിച്ച്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വില്ലേജറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി. ഏകദേശം ഈ ഒരു ഏരിയയിലെങ്ങാനുമാണ് ഇവിടെ. അങ്ങനെ ഞാൻ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി. ഇതാണ് ആ ഒരു നെതർ പോർട്ടൽ. ഞാൻ ഇവിടെയായിരുന്നു ആ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ആ വില്ലേജസിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഒരു ബ്രീഡർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ബ്രീഡറിന് കിട്ടിയ വില്ലേജറിനെയും കൊണ്ട് ഞാനിതാ അങ്ങ് ഫാമിങ് ഏരിയൻ്റെ ആ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലായിട്ട് ഞാനൊരു അയൺ ഫാമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടെമ്പററി ആയിട്ട്. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഓരോ അയണെല്ലാം കിട്ടി. ഞാൻ മൈനിങ് ഏരിയയിൽ നിന്ന് മൈനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനിതാ ഇങ്ങനൊരു വീടൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ അണ്ടർഗ്രൗണ്ടും ഒന്ന് സെറ്റ് ചെയ്തു.
ആ ഒരു വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ ഒരു വേൾഡ് മാപ്പ് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൊത്തമായിട്ടുള്ളൊരു വേൾഡ് മാപ്പ്. ഇതാണ് ആ ഒരു അണ്ടർഗ്രൗണ്ടും വേൾഡ് മാപ്പും. ഓക്കെ, ഈ മാപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം ഞാൻ ചെയ്ത അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേസ് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഒരു മാപ്പിൽ കുറേ ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഈ വലിയൊരു ഐലൻഡ് ആണ്, അതാണ് മെയിൻ ഐലൻഡ്. എൻ്റെ വീടുള്ള ഐലൻഡ് അതാണ്. ഓക്കെ, ആ ഒരു ഐലൻഡ് മൊത്തം ബിൽഡ് കൊണ്ട് നടക്കണം എന്നുണ്ട്. ഇപ്പോൾ പകുതി കാടാണ്, ഞാൻ അതിലെല്ലാം മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു നല്ല എന്തെങ്കിലും ബിൽഡിൽ ഞാനവിടെ ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഐലൻഡിൽ 4 സൈഡ് കണക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞാനതെല്ലാം എന്തായാലും മൈൻഡ് ചെയ്ത് കളയും, ഒരു ഒറ്റ ഐലൻഡ് ആക്കിയെടുക്കും. അതിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾക്ക് ഇവിടെ വേറൊരു കുറേ ഐലൻഡെല്ലാം ഉണ്ട്. അതിൽ ഇതാണ് നമ്മൾ ഫാമിംഗ് ഏരിയ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഐലൻഡ് ആയിരിക്കും നമ്മൾ ഫാമിംഗ് ഐലൻഡ് ആക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, അവിടെ നമ്മൾ വില്ലേജർ ബ്രീഡർ ആക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു ഐലൻഡിൽ ട്രേഡിങ് ഹാളും സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിംഗ് ഐലൻഡിലാണ്. ഇങ്ങനെയായിരുന്നു ആ ഒരു ഐലൻഡ്, ഫാമിംഗ് ഐലൻഡ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് ഞാൻ അതെല്ലാം ഈ ഒരു ബ്ലോക്കെല്ലാം മൈൻഡ് ചെയ്ത് മൈനസ് അല്ല ലെവല് വൈ ലെവല് 63 ആക്കി, കടലിൻ്റെ ലെവലാക്കി. ഇതാ ഇങ്ങനെ. എന്നിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രീഡർ ഞാൻ ഇതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. ആ ബ്രീഡറിനെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമ്മൾ ഒരു ഫിഷിംഗ് ഫാം സെറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ AFK നിൽക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു വില്ലേജർ ബ്രീഡറിൽ. അപ്പോൾ ആ ഒരു സമയം കളയേണ്ട വെച്ചിട്ട് ഞാൻ ഒരു ഫിഷിംഗ് ഫാം സെറ്റ് ചെയ്തു. എന്നിട്ട് ആ ഫിഷിംഗ് ഫാമിൽ ഞാൻ നിന്നിട്ട് എനിക്ക് കുറേ നല്ല സാധനങ്ങൾ കിട്ടിയത്. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഇതിലൊരു ഗോഡ് ബോ ആക്കാനുള്ള സാധനങ്ങളുണ്ട്, ഒരു ഗോഡ് ഫിഷിംഗ് റോഡ് ആക്കാനുള്ള സാധനങ്ങളും ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കുറേ സമയം ഇവിടെ ഫിഷ് ചെയ്ത് AFK നിന്ന് ആ സമയം കൊണ്ട് കുറേ വില്ലേജറായി. ആ വില്ലേജറിനെല്ലാം എടുത്ത് ഞാൻ അയൺ ഫാമിനാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു അയൺ ഫാം. ഇതിൽ നിന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം കുറച്ച് എഫിഷ്യൻസ് ആണ്. ഞാൻ മുന്നേ അവിടെ മെയിൻ ഐലൻഡിൽ ഉണ്ടാക്കിയ ടെമ്പററി അയൺ ഫാം പോലെയല്ല, നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാമാണ്. അതിപ്പോൾ ഇത്രയും സംഭവങ്ങൾ എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഞാൻ ഈ ഒരു വില്ലേജർ ബ്രീഡർ സ്റ്റോപ്പാക്കി പൊട്ടിച്ച് കളഞ്ഞു. ബെഡ് അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വില്ലേജറിൻ്റെ ആ ഒരു നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഞാൻ ഓറല്ലോ ഞാൻ മാപ്പിൽ കാണിച്ചെന്ന ആ ഒരു വില്ലേജർ ബ്രീഡർ ആക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. ഇത്രയാണ് ഞാൻ ഈ വേൾഡിൽ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഐലൻഡിൻ്റെ തായ് ഭാഗം ഏത് ബ്ലോക്ക് വെച്ച് ആക്കും എന്നൊക്കെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഇത് മാപ്പിൽ കാണുന്നതുകൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ സുധിപ്രോൻ്റെ അതേപോലെ തന്നെ. അപ്പോൾ സുധിപ്രോൻ്റെ ആ വീഡിയോയിലുള്ള പോലത്തെ ആ ഒരു ബ്ലോക്ക് തന്നെ വെക്കണം എന്നൊക്കെ ഉണ്ട്. കാരണം ആ ഒരു ബ്ലോക്ക് എനിക്ക് നല്ല ഇഷ്ടമായി, ബസാൾട്ടിൻ്റെ. അപ്പോൾ ആ ബസാൾട്ട് ഫാം ചെയ്യണമെങ്കിൽ ഐസ് വേണം. ഐസും തപ്പിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ 10,000 ബ്ലോക്ക് ഞാൻ ദൂരെ പോയി. എന്നിട്ട് എനിക്ക് ഒരു ഐസ് പയല്ല, കുറച്ച് സ്നോയിലുള്ള ഏരിയ. അപ്പോൾ അവിടെ കുറച്ച് പാക്കഡ് ഐസ് ഉണ്ട്. പാക്കഡ് ഐസിനെ കൊണ്ട് എനിക്ക് ബ്ലൂ ഐസ് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ബ്ലൂ ഐസാണ് വേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ കറക്റ്റ് അവിടെ നിന്ന് മരിച്ച്. എനിക്ക് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ അവിടെ എത്തുന്നേക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറി ബ്ലോസം പഴം, പിന്നെ ഒരു സ്വാമ്പ് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സ്പ്രൂസ് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, ജംഗിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 വില്ലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്പ്ലോറേഷനിൽ. അവിടെ നിന്നെല്ലാം ലൂട്ട് ചെയ്തതിൻ്റെ പകുതി സാധനങ്ങളെ എൻ്റെ വീട്ടിലേക്ക് എത്തിയുള്ളൂ. കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ എക്സ്പ്ലോറിങ്ങിന് പോയത്. ഒരു പ്രാവശ്യം ഞാൻ നല്ല സക്സസ്ഫുള്ളി വീട്ടിലെത്തി. രണ്ടാമത്തെ വട്ടം 10,000-15,000 ബ്ലോക്ക് പോയ ആ ഒരു ടൈം ഞാൻ ചത്തിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ആ വീഡിയോയിൽ ഞാൻ കാണിച്ചതിൽ പകുതി ഞാനൊരു ഈ വേൾഡിൻ്റെ സീഡ് വെച്ചിട്ട് വേറൊരു വേൾഡ് ഉണ്ടാക്കി അതിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിക്കാത്തയും പറയാത്തയും കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതിൽ ആദ്യം തന്നെ ഞാൻ ഒരു മോബ് ഫാം, മറ്റേ സാധാ എന്താ പറയുക, ഒരു XP ഫാമിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ പറയാൻ മറന്നുപോയി. പിന്നെ ഫാമിംഗ് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെതർ വഴി ഞാൻ കണക്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു വീടും കൂടി ഒന്ന് കാണിച്ചത്, അതും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിർത്താം. കുറേ കാര്യങ്ങൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ലെങ്ത് അധികമായിട്ടുണ്ട്. ഞാൻ മുതൽ 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ആണെന്നൊരു വീഡിയോൻ്റെ ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇതിൽ ഇനി മുതലുള്ള വീഡിയോസിൽ ലെങ്ത്ത് ഉണ്ടാവും. ഇതിപ്പോൾ ഫസ്റ്റ് വീഡിയോയും പിന്നെ കുറേ കാര്യങ്ങളൊരു ഇതിൽ പറഞ്ഞുകൊണ്ട് കുറച്ചധികം ആയിപ്പോയി. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ. ബാക്കി വ്യൂ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ
കാണിക്കാൻ ലേറ്റ് ആവും. ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് റൂമല്ലേ ഞാൻ കാണിച്ചത്. ഇൻറ്റീരിയർ ഒന്നും യാത്ര ചെയ്തിട്ടില്ല. ഇങ്ങോട്ടേക്ക് ഒരു ടവറാണ്, വെറുതെ ഒരു ടവർ. പിന്നെ ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോയാൽ ബെഡ്റൂമുണ്ട്. പിന്നെയാണ് നമ്മളെ ഈ ഒരു റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകാനുള്ളൊരു ലാഡർ പോലെ ഒരു സംഭവമാണ്. ലാഡറല്ല, സ്റ്റേഴ്സ് പോലെ ഒരു സംഭവമാണ്. ഇതിലേ നമ്മൾ താഴിലിറങ്ങുമ്പോൾ താഴിലാണ് എൻ്റെ വേൾഡ്. ഈ ഫർണസ് ഒന്നും മൈൻഡ് ആക്കേണ്ട, അത് ഞാൻ ഗ്ലാസ്സിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ വേൾഡ് മാപ്പ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു മൈനിങ് ഏരിയയിലേക്കാണ് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചത് അതേ മൈനിങ് ഏരിയയിലേക്ക് എത്തും. വീട്ടിൽ നിന്നൊരു ആക്സസ് ഞാൻ കൊടുത്തതേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇവിടെ പിന്നെ ഞാനൊരു പ്രൊജക്ട് ബോർഡ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു കാര്യമില്ല, ഇവിടെ എന്തെങ്കിലും വെക്കണ്ടേ, അതുകൊണ്ടാണ് വെച്ചതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വീട്ടിലുള്ളത്. അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയി. ഇവിടുന്ന് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു എൻചാൻറ്റിങ് ഏരിയ ഉണ്ട്. പക്ഷേ ഒന്നും ഞാൻ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതിൽ ഞാൻ ചെയ്യും. പിന്നെ ഈ ഒരു വീട് ഇപ്പം ഞാൻ റീബിൽഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിലാക്കിയോണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെല്ലാം ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് ബോറിപ്പോൾ തോന്നുന്നുണ്ടാക്കിയ ഒരു വീടിന്. ഈ ആൻഡ്രസൈറ്റ് ഉള്ളതിൽ ഞാൻ മാറ്റി സ്റ്റോൺ ആക്കിയിട്ട് ഈ ഡയറൈറ്റ് ഉള്ളതെല്ലാം ആൻഡ്രസൈറ്റും ആക്കും. അതാണ് എൻ്റെ ഒരു പ്ലാന്. പിന്നെ ഈ ഒരു ഏരിയ അങ്ങനെ പൊളിച്ച് കളയുക, അതില്ലാണ്ടാക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാന്. നോക്കാം, വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം ബാക്കിയുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കറക്റ്റ് ഒരു ബേസ് പ്ലാൻ പറഞ്ഞുതരാം. കുറച്ച് നേരത്തെ പറഞ്ഞാൽ എന്നാലും ക്ലിയർ ആക്കിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ഒരു ഹോം ഐലൻഡ്. ഇത് കുറച്ച് വലുതാണ്. ഇതിൽ 4 സൈഡിലുള്ള ഈ ഒരു കണക്ഷൻസ് അതിൽ ഞാൻ മുറിച്ച് ഇതൊരൊറ്റ ഐലൻഡ് ആക്കും. പിന്നെ ഇവിടെ ഉള്ളത് ഫാമിംഗ് ഐലൻഡാണ്. പിന്നെ ഇവിടെ ഇത് എന്ന് വെച്ചാൽ ഈ ചെറുത് ഒരു വില്ലേജർ ബ്രീഡർ, ഇതൊരു ട്രേഡിങ് സംഭവമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കൊരു വലിയൊരു കസ്റ്റം ട്രീയിലുള്ള കസ്റ്റം ഫോറസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇവിടെ ട്രേഡിങ് ഹാളാക്കാം, എന്നിട്ട് ട്രേഡിങ് ഹാളിൻ്റെ ബിൽഡായിട്ട് ആ ഒരു കസ്റ്റം ഫോറസ്റ്റ് ആക്കാമെന്നാണ്. പക്ഷേ അത്രയും നല്ലൊരു ബിൽഡ് ഇവിടെ കൊണ്ടുവന്നതിനാൽ നമ്മളെ ഫാമിംഗ് ഏരിയൻ്റെ ബാക്കിലാണല്ലോ ഇവിടുന്ന് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ബാക്കിൽ അയക്കാനല്ല, ആ ഒരു ലുക്ക് വ്യൂ അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ട്രേഡിങ് ഹാൾ ഇവിടെ ആക്കി, ഇവിടെ നമുക്ക് എന്തെങ്കിലും വലിയ അങ്ങനത്തെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഫോണിലായതുകൊണ്ടല്ലോ വരും. മൊബൈലിൽ കളിക്കുമ്പോൾ കുറേ ഒന്നും ചെയ്യാൻ കഴിയില്ല, ബിൽഡൊന്നും ഭയങ്കര ലാഗ് അടിക്കും. അതേ ഉള്ളൊരു പ്രശ്നം. ലാഗ് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോൾ പറഞ്ഞതെല്ലാം ചെയ്യും. അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ഒരു വേൾഡിലെ കാര്യം. ഇനി ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കും. ഇപ്പം തന്നെ കുറച്ച് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. ഇനി മുതലുള്ളതിൽ 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഉണ്ടാവും. അത് എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.